വൈലുൽ ലിൽ അറബ്, അറബുകൾക്ക് നാശം. അറബികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ അറബികൾ അതാണല്ലോ. ഹദീസുകളും ആയത്തുകളും മനസ്സിലാക്കുന്ന ഹബീബുന റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്ത് അറബികൾക്ക് നാശമെന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മിൻ ഫത്ഹി റദ്മി യഅജൂജ വമഅജൂജ്. യഅജൂജ് മഅജൂജിന്റെ സംരക്ഷണ ഭിത്തി, അതായത് യഅജൂജ് മഅജൂജ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങൾ, യഅജൂജ് മഅജൂജ് മനുഷ്യരെയും കൊല്ലും, നാടിനെ നശിപ്പിക്കും, കൃഷികൾ നശിപ്പിക്കും. അങ്ങനത്തെ ഒരു വിഭാഗമാണ് യഅജൂജ് മഅജൂജ്. ആ യഅജൂജ് മഅജൂജിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ അന്നത്തെ കാലഘട്ടത്തിൽ ദുൽഖർനൈൻ രാജാവ് കെട്ടിക്കൊടുത്ത വലിയ ഇരുമ്പിന്റെ മതിലുണ്ട്. യഅജൂജ് മഅജൂജ് അതിനപ്പുറത്താണ്. ആ മതിൽ പൊളിച്ചിട്ട് ഒരു സമയത്ത് വരും. അത് ഖിയാമത്തിന്റെ അടയാളമാണ്. കുറേശ്ശെ ആ മതിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് യഅജൂജ് മഅജൂജ്. അതിങ്ങനെ മാന്തി പറിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൈ ഉയർത്തിപ്പിടിച്ചു. ചൂണ്ടാണി വിരലും തള്ളവിരലും ഈ വൃത്താകൃതിയിൽ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്രത്തോളം ഇതാ യഅജൂജ് മഅജൂജിന്റെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളൽ വീണിരിക്കുകയാണ് സഹാബ. ആ വിള്ളൽ ഭിത്തി തകർത്തുകൊണ്ട് വലിയ ഒരു ശത്രുത നിങ്ങളിലേക്ക് പാഞ്ഞെടുക്കാൻ സമയം അടുത്തിരിക്കുന്നു സഹാബ. അന്ന് ഈ സമൂഹം മുഴുവനും തകർന്നു പോകും, നശിച്ചു പോകും സഹാബ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത്, എല്ലാം നശിച്ചു പോകുന്നു. ഭയങ്കരമായ ഷർറല്ലേ? അതിന്റെ ഷർറുകളാണ് പല ഭാഗത്തുനിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂകമ്പങ്ങളും ഭൂമി കുലുക്കങ്ങളോട് നമ്മളെ കാണിച്ച് പേടിപ്പിക്കുന്നത്. വെറുതെ ഒന്നുമല്ല, എല്ലാത്തിനും കാരണങ്ങൾ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ശിക്ഷ വരുമോ? ഞങ്ങൾ തകർന്നു പോകുമോ നബിയെ? നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയായ പ്രിയങ്കരിയായ മഹദിയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അനുഹ്ലകു വഫീന സാലിഹൂൻ. മലപ്പുറത്തുകാർക്ക് ഒരുപാട് ആലിമീങ്ങളില്ലേ, ഒരുപാട് പണ്ഡിതന്മാരില്ലേ, ഒരുപാട് ദീനിന്റെ സ്ഥാപനങ്ങളില്ലേ, ഒരുപാട് മഹാന്മാരുടെ മക്ബറകളില്ലേ, ഒരുപാട് സാലിഹീങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? അതേപോലെ തന്നെയാണ് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, സാലിഹീങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ ഈ നാടിനെ അല്ലാഹു ശിക്ഷകളെ കൊണ്ട് പരീക്ഷിക്കുമോ ഹബീബേ? ഭൂമികുലുക്കങ്ങളെ കൊണ്ടും ഭൂകമ്പങ്ങളെ കൊണ്ടും ജലപ്രളയത്തെ കൊണ്ടും ഉരുൾപൊട്ടലിനെ കൊണ്ടും അല്ലാഹു നമ്മുടെ നാടിനെ പരീക്ഷിക്കുമോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് സൈനബ് റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, നഅം യാ സൈനബു, സൈനബേ അത് സാധ്യമാകും സൈനബേ. ഇദാ കസുറൽ ഖബസു, ഖബസ് അധികരിച്ചാൽ അത് സാധ്യമാവുക തന്നെ ചെയ്യും സൈനബേ. ശേഷം അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുത്തു, വൽ ഖബസു യാ ഇബാദല്ലാഹ്, എന്താണ് ഖബസ് എന്നറിയുമോ സഹാബ? എന്താണ് ഖബസ് എന്നറിയുമോ സഹാബ? കുല്ലു മഅസിയാ വസിയല്ലാഹു ബിഹാ ഫിൽ ബഹരി ഔ ഫിൽ ബിലാദി ഔ ഫിൽ ലൈലി ഔ ഫിൻ നഹാർ. കടലിലും കരയിലും രാത്രിയും പകലിലുമായി എന്റെ സമൂഹം ചെയ്തു കൂട്ടുന്ന അനാചാരങ്ങളും അനാശാസ്യ പ്രവൃത്തികളുടെയും കാരണമായി ഏത് മഹാന്മാരും ആ നാട്ടിൽ ജീവിച്ചിരുന്നാലും അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാതെ ഇരിക്കുകയില്ല സൈനബേ. പറഞ്ഞ മനസ്സിലായോ? ഔലിയാക്കൾ ഉണ്ടാകട്ടെ, മഹാന്മാരുണ്ടാകട്ടെ, സാലിഹീങ്ങൾ ഉണ്ടാകട്ടെ, ആരുണ്ടായാലും നമ്മുടെ സമുദായം പിഴച്ചുപോയാൽ, അഹങ്കാരികളായാൽ, തെമ്മാടികളായാൽ, പടക്കം പൊട്ടിച്ച് കല്യാണത്തിന് പേക്കൂത്ത് കാണിക്കാൻ തയ്യാറായാൽ, ഡാൻസും ഡിജെയ്ക്കും തയ്യാറായാൽ, ഗാനമേള ഒപ്പനയ്ക്ക് തയ്യാറായാൽ അള്ളാഹുവിന്റെ ശിക്ഷ ആ നാട്ടിൽ ഔലിയാക്കൾ ഉണ്ടായാലും. മഹാനായ ഖുത്ബുസ്സമാൻ റളിയല്ലാഹു അൻഹുവിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ മണ്ണാണ്, ഈ പരിപാടി
ഈ സമ്മേളന നഗരി ആ മഹാനുഭാവന്റെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ആ ഖുതുബുസ്സമാൻ ഇന്ന് ഈ കാലത്ത് ജീവിച്ചിരുന്നാലും തോന്നിയ മാസം കൂടിയാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അള്ളാഹു റസൂൽ പറഞ്ഞതാണ്. തോന്നിയ മാസം കൂടിയാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് അവിടെ ശിക്ഷ ഇറങ്ങും. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ശിക്ഷ ഇറങ്ങൂല എന്ന് പേടിക്കണ്ട, ശിക്ഷ ഇറങ്ങൂല എന്ന് സന്തോഷിക്കണ്ട. ചിലപ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. ഇറങ്ങാനുള്ള കാരണം എന്തേ? ഇറങ്ങാനുള്ള കാരണം എന്തേ? അത് പഠിക്കുക. ഹദീസ് പറഞ്ഞ വാക്കാണ്, ഖുർആന്റെ വാക്കാണ്. ഇറങ്ങാനുള്ള കാരണം എന്താണ്? ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യബീതു ഖൗമുൻ മിൻ ഹാദിഹിൽ ഉമ്മ അലാ ശുർബിൻ വതുഅമിൻ വലഹുബിൻ വലഅബിൻ. എന്റെ ഉമ്മത്തുകൾ, എന്റെ സമുദായം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തിന്നും കുടിച്ചും കളിച്ചും രസിച്ചുമാണ് അവർ ഉറങ്ങുക. പോലെ ശ്രദ്ധിക്കണം. ഹദീസ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ഈ 4 മണി നമ്മൾ എടുക്കാറുണ്ട്. ഒന്ന് തിന്നുക, കുടിക്കുക. 12 മണിയായാലും 1 മണിയായാലും അൽഫഹമും ഷവ്വായയും ഷവർമയും തീരൂല. തിന്നോ, തീർക്കോ. 12 മണിക്കും 1 മണിക്കും കബ്സ, മട്ടൻ കബ്സ, ചിക്കൻ കബ്സ, ഇത് തിന്നിട്ട് ഇങ്ങനെ മട്ടനും കുട്ടനും തിന്ന് 12, 11, 1 മണി 2 മണി വരെ കടകൾ നോക്കിയാൽ തീറ്റിയോടെ തീറ്റിയാണ്. ചെറുപ്പക്കാർ, പിള്ളേരെല്ലാം, കുട്ടികളൊക്കെ പോയിരുന്ന് തിന്നുന്നത് കാണാം രാത്രി 12 മണിക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹലാലഹുബിൻ വലഅബിൻ, കളിയിലും ചിരിയിലുമാണ് അവർ ഉറങ്ങുക. അല്ലേ? ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി, വാട്സപ്പ് കളി, ഫേസ്ബുക്ക് കളി, അല്ലാത്ത കളി. ഈ കളിയല്ല രാത്രി 3 മണി വരെ, 4 മണി വരെ. ലാസ്റ്റ് സീൻ നോക്ക്, 12:50, 1:50, 2:50, 2:11, 3:11. ലാസ്റ്റ് സീൻ നോക്ക്, പരിശോധിച്ച് നോക്ക്. രാത്രി ഉറങ്ങുന്നത് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. രാത്രി ഒരു മനുഷ്യൻ ഉറങ്ങുന്നത് കളിയിലും ചിരിയിലും തീറ്റിയിലും കുടിയിലാണ്. നേരം വെളുക്കുമ്പോ അത് മുസിഹോ രാവിലെയാകുമ്പോ അവരുടെ കോലം മറിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എങ്ങനെയാണ് കോലം മറിക്കപ്പെടുക? നബി തങ്ങൾ പറഞ്ഞ വാക്കാട്ടോ, നല്ലപോലെ ശ്രദ്ധിക്കണം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റവാഹുൽ ബൈഹഖി. നല്ലപോലെ ശ്രദ്ധിച്ചോ. അബൂബക്കറിന്റെ വാക്കല്ല, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. നല്ലപോലെ ശ്രദ്ധിച്ചു. എന്താ ഹബീബായ തങ്ങൾ പറഞ്ഞത്? നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കല്ലേ, നല്ലപോലെ കേൾക്ക്. കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ദൂരെ നിന്ന് മോശൻ റോഡിൽ വന്ന വഴവ. എന്താ വരവ്! 10 മണിക്കൂർ വാള് പറയാൻ പ്രശ്നമില്ല, പക്ഷേ യാത്ര വളരെ ദുരിത. റോഡൊക്കെ പോയി കുഴിയിൽ കുണ്ടിൽ വീണ്. അല്ലാഹു അക്ബർ. ഭയങ്കര ത്യാഗമാണ്. ആ ത്യാഗം സഹിച്ച് വന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കും. നിങ്ങളത് അങ്ങോട്ടും ഇവിടെ നടന്ന് വേസ്റ്റാക്കല്ലേ. ഹദീസ് കേട്ടോളി, നല്ലപോലെ മനസ്സിലാക്കുക. കളിയും ചിരിയൊക്കെ ഇനി വേണോ വേണ്ടെന്ന് തീരുമാനിച്ചു. പടക്കം പൊട്ടിക്കണമെന്ന് തീരുമാനിച്ചു. കല്യാണത്തിന് DJയും ഡാൻസും വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഹദീസ് കേട്ടിട്ട് തീരുമാനിച്ചു. എൻ്റെ വാക്കൊന്നും ഞാൻ പറയുന്നില്ല, ആവശ്യമില്ലാത്ത ഹദീസും പറയില്ല. എല്ലാ സഹീഹായതും നല്ല ഹദീസുമാണ്. ഏത് ആലിമിങ്ങൾക്ക് സംശയമുണ്ട് ധൈര്യമായിട്ട് ചോദിച്ചോ, പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. പറഞ്ഞിട്ട് ചുമ്മാ ആവശ്യമില്ല പേടിപ്പിച്ചിട്ട് ഒളിച്ചോടി പോകുന്ന പരിപാടിയൊന്നും ലയിപ്പി കറക്റ്റ് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതാ ഞാൻ എൻ്റെ റിവായത്തടക്കം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. റിവായത്തടക്കം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനാണ്. വെറുതെ കള്ള ഹദീസും കെട്ടിച്ചമച്ച ഹദീസും ഒക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ച് മലപ്പുറത്താരെ പേടിപ്പിച്ചിട്ട് പറഞ്ഞില്ല. നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഞാനാണ്. ഒരു ഹദീസ് ആവശ്യമില്ലാത്ത പറഞ്ഞാൽ ആഖിറത്തിൽ പിടിച്ചു നിർത്തും അല്ലാഹു തആല. കവളിൽ തീ വെച്ചിട്ട് വലിയ തീൻ്റെ നരകത്തിൻ്റെ വലിയ കൊളുത്തിട്ട് പിടിക്കും. ശൈത്താനെ, നീ ആവശ്യമില്ലാത്ത ഹദീസ് പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിച്ചു ഹമുക്ക് എന്ന് പറഞ്ഞിട്ട് നാളെ എന്നെ തന്നെ പിടിക്കും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് പറയുന്ന ഹദീസ് അത് യാഥാർത്ഥ്യമാണെന്ന് നല്ല രീതിയിൽ ഞാൻ ബോധ്യപ്പെടുത്തിയതിന് ശേഷമേ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുള്ളൂ. ബോധ്യപ്പെട്ടതിന് ശേഷം അല്ല, ഞാൻ അങ്ങനെ പറയൂല കേട്ടോ. അതുകൊണ്ട് ഹദീസ് നല്ലപോലെ കേൾക്കും. ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കി കുറേ ഹദീസുകൾ ഗവേഷണം ചെയ്തപ്പോൾ കണ്ടെത്തിയ ചില ഹദീസുകളാണ്. എന്തുകൊണ്ടാണ് ഈ അബദ്ധങ്ങളും ഈ സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നത്? ഈ റെഡ് അലർട്ട് അല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. അത് കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇരുന്നത്. അത് കേൾക്കണം, പഠിക്കണം, ചിന്തിക്കണം, മനസ്സിലാക്കണം. നേരം വെളുക്കുമ്പോ ചില ആളുകളുടെ കോലം മറിക്കപ്പെടും. കോലം മറിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെ പന്നികളാക്കും, അവരെ കുരങ്ങന്മാക്കും. പക്ഷേ ദുനിയാവിൽ വെച്ച് കോലം മറിക്കല്ലേ അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരി തന്നെയാണ്. പക്ഷേ ആ കോലത്തിലല്ല, പന്നിയുടെയും കുരങ്ങന്റെയും കോലത്തിൽ മറിക്കൂല. പക്ഷെ വികൃത രൂപമാക്കി കളയും, വികൃത രൂപമാക്കും. എങ്ങനെ? ഹദീസ് പറയുന്നുണ്ട്, ഹത്താ യുസ്ബിഹന്നാസ് ഫയഖൂലൂൻ.
രാത്രി 12 മണിക്ക് ഫോണിലൂടെ സംസാരിച്ചവരാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. ഗുഡ് ബൈ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ നമ്മൾ അവരുമായി ചാറ്റ് കിട്ടി ഉറങ്ങിയവരാ. നേരം വെളുത്തപ്പോ ഫോണിൽ വിളിക്കുമ്പോ അങ്ങനെ ഒരു ലൈന് കിട്ടാനേ ഇല്ല, അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചൊരു അഡ്രസ്സേ ഇല്ല, അങ്ങനെ ഒരു വീട് പോലും അവിടെ കാണാനില്ല. അവര് രാവിലെ ചായ കുടിക്കാൻ പീടികയിലേക്ക് വരുമ്പോൾ അവര് പറയുകയാണ് ഖുസിഫൽ ലൈലത ബിബനി ഫുലാൻ, ഖുസിഫൽ ലൈലത ബിദാരി ഫുലാൻ. അറിഞ്ഞോ സംഭവം? സുലൈമാൻഖാന്റെ പുരയും വീടും എല്ലാം ഭൂമിയിൽ തന്നുപോയി. നിങ്ങൾ അറിഞ്ഞോ സംഭവം? ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചതാണ്. 12:50 അവരോട് സംസാരിച്ചാണ്. 3 മണിക്ക് ഉരുൾപൊട്ടി, അവരുടെ വീട് താണുപോയി, അവരുടെ വീട് ഒഴുകിപ്പോയി, അവരുടെ വീട് തകർന്നുപോയി. രാവിലെ ആളുകൾ പറയുന്ന വാക്കാണെന്ന് നബി തങ്ങൾ പറയാണ്. ശരിയല്ല, അങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെയല്ല ഇവിടെ പറഞ്ഞത്. ആളുകൾ രാവിലെ പഠിച്ചവൻ നിങ്ങൾ അറിഞ്ഞോ, അടിമാലിൽ ഇന്ന വീട് താന്നുപോയി, അടിമാലിൽ ഇന്ന വീട് തകർന്നുപോയി, ഇന്ന വീട് ഭൂമിയിലായി, അവിടെ ഉരുൾപൊട്ടി, ഇവിടെ ഉരുൾപൊട്ടി, അവരൊക്കെ ഒലിച്ചുപോയി. ഇതൊക്കെ രാവിലെയാ പറഞ്ഞത്, രാത്രിയല്ല. രാത്രി നമ്മൾ ഫോണിലൂടെ സംസാരിച്ച് കിടന്നവർ നേരം വെളുത്തപ്പോ നമ്മൾ പറഞ്ഞ വാക്കാണിത്. ജനങ്ങൾ നേരം വെളുത്തപ്പോ അവർ പറയാൻ തുടങ്ങി ഇന്ന കുടുംബം, ഇന്ന വ്യക്തി, ഇന്ന സഹോദരൻ, ഇന്ന സഹോദരി, ഇന്ന വീട്ടുകാർ, അവരെയും കൊണ്ട് ഭൂമി പോയി, ഉരുൾപൊട്ടി, അവരൊഴുകിപ്പോയി, അവര് വെള്ളപ്പാച്ചിലിൽ പോയി. പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക? പറഞ്ഞില്ലേ? നമ്മളൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഇവരൊഴുകിപ്പോയി, ഇവരൊഴുകിപ്പോയി, അവരൊഴുകിപ്പോയി, ഇവരൊഴുകിപ്പോയി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ് വല തുർസിലന്നല്ലാഹു അലൈഹിം അർരീഹൽ ഹഖീം. അവരിലേക്ക് ഒരു ആവശ്യവുമില്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത കൊടുങ്കാറ്റാണ് അല്ലാഹു അടിപ്പിക്കുക. ആ കാറ്റിന് നമ്മൾ പല പേരുകളും പറയാം. തെത്ലി കാറ്റെന്ന് പറയാം, ലുബാൻ കാറ്റെന്ന് പറയാം, കത്രീന കാറ്റെന്ന് പറയാം, ചുഴലിക്കാറ്റെന്ന് പറയാം, കൊടുങ്കാറ്റെന്ന് പറയാം. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ് വലതുർസിലന്നല്ലാഹു അലൈഹിം അർരീഹൽ ഹഖീം. അവർക്കൊരു ഗുണവുമില്ലാത്ത കാറ്റാണ് അവരുടെ മേലേക്ക് അടിക്കുക. അങ്ങനെ അവരുടെ വീടുകൾ നശിച്ചു പോകും, അവരുടെ വീടുകൾ തകർന്നു പോകും, അവരുടെ വടവൃക്ഷങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. ഏത് സമൂഹത്തിന്റെ മേലേക്ക് അയച്ചതുപോലെ, ആദ് ഗോത്രത്തിന്റെ മേലേക്ക് അല്ലാഹു അയച്ചതുപോലെ, ലൂത്ത് നബിയുടെ സമുദായത്തെ തകർത്തതുപോലെ, ഈ അഹങ്കാരികളായ സമൂഹത്തെ അല്ലാഹു ഇതുപോലുള്ള ശിക്ഷകൾ കൊണ്ട് തകർക്കുമത്രേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിന്റെ പേരിലാണ് ഈ ഭൂമുഖലിക്കങ്ങളും ഈ വെള്ളപ്പൊക്കവും ഈ ഉരുൾപൊട്ടലും സംഭവിക്കുന്നതിന്റെ കാരണം എന്താണ്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് 5 കാരണങ്ങളാണ്. 5 കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതിന്റെ കാരണം ഞാനൊന്നും അല്ല പറയുന്നട്ടോ. 1 ബിശുർബിഹിം അൽ ഖംറാ, കഞ്ചാവ്, തമ്പാക്കു, മദ്യം അമിതമായി ഉപയോഗിക്കുന്ന ഒരു കാലം വരും. അധികമായി നമ്മുടെ കൊച്ചുകുട്ടികളിൽ നിന്നും ഉപയോഗിക്കുന്ന മൊത്തം എന്താ ഈ സാധനം? ഈ ചെറിയ ചെറിയ പൊടി വായിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ കൊച്ചുകുട്ടികളെ മുഴുവനും കഞ്ചാവിന് അഡിക്റ്റാണ്. മദ്രസയിൽ കുട്ടികൾ കഞ്ചാവ് കഴിച്ചിട്ട് വരുന്നു. ഞാൻ അവരുടെ പ്രസംഗിക്കാൻ പോകുമ്പോൾ പറയാണ് മദ്രസയിലെ കുട്ടികൾ കഞ്ചാവ് കഴിച്ചിട്ട് വരുന്നു. മദ്രസയിൽ നഊദു ബില്ലാഹ് കാക്കട്ടെ. നമ്മുടെ മക്കൾ കഞ്ചാവിന് അഡിക്റ്റാണ്, ചെറുപ്പക്കാർ കഞ്ചാവിന് അഡിക്റ്റാണ്. നമ്മുടെ മക്കൾ മുഴുവനും ഇന്ന് കഞ്ചാവിന് അഡിക്റ്റായി പോയി. മുസ്ലിം ഉമ്മത്ത് ഫ്രീക്കന്മാരായി പോയി. അല്ലാഹ് കാക്കട്ടെ. അവന്റെ മുടിയും അവന്റെ കോലം, അവന്റെ മുഖത്തിന്റെ ഈമാനൊക്കെ പവർ കുറഞ്ഞു പോയി. 18 വയസ്സ് 20 വയസ്സ് കൂടുതൽ ജീവിക്കൂല. 30-35 ആകുമ്പോൾ അടിച്ചു പോകും, ഉറപ്പാണ് അടിച്ചു പോകും. പിന്നെ അവന് ജീവിക്കാൻ പറ്റൂല, അള്ളാഹയെ മനസ്സിലാക്കാൻ പറ്റൂല. ദുനിയാവ് നഷ്ടം, ആഖിറത്ത് നഷ്ടം. ഇവന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ട് വെക്കണ്ട, അതിനു മുമ്പ് തീയാണ്, അതിനു മുമ്പേ തീയാണ്. ആ പരിസരത്ത് കിടക്കുന്നവർക്ക് അതിന്റെ ശിക്ഷ ഉണ്ടാകും. ഹദീസുണ്ട്, അങ്ങോട്ടൊന്നും കയറാൻ സമയമില്ല. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾ എവിടെയെങ്കിലും ബാറിൽ കിടന്ന് ചാവുന്നത്, വഴിയോരങ്ങൾ കിടന്ന് ചാവുന്നത്, കഞ്ചാവ് കഴിച്ചിട്ട് വെള്ളം അടിച്ചിട്ട് ചത്ത് കിടക്കുന്നത് ഞാനും നിങ്ങൾക്കും കാണാൻ ഇഷ്ടമുണ്ടോ? ഒരിക്കലുമില്ല. എൻ്റെ മകന്റെ മയ്യത്ത് നമസ്കരിക്കുമ്പോൾ അല്ലാഹുവേ അവന്റെ മുഖം ചിരിച്ചു കിടക്കണം. അതല്ലാതെ പല്ല് കറുത്തിട്ട്, പല്ല് പായൽ പിടിച്ചതുപോലെ പല്ല് മഞ്ഞിച്ച് ചുണ്ടൊക്കെ ഒരുമാതിരി കറുത്ത് ഇരുണ്ട് ആ ഒരു പേക്കോലത്തിൽ എൻ്റെ മകന്റെ മയ്യത്ത് കാണേണ്ട ദുർഗതി എനിക്കുണ്ടാകല്ലേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഒരു കാലഘട്ടം വരും, അന്ന്
ഇഷ്ടം പോലെ യഥേഷ്ടം മദ്യം കിട്ടും, കഞ്ചാവ് കിട്ടും. ആ കഞ്ചാവ് അധികരിക്കുന്ന കാലത്ത് ഓർത്തോ, അന്ന് ഭൂകമ്പവും ഭൂമികുലുക്കവും വെള്ളപ്പൊക്കവും ഉണ്ടാവും. നബീന റസൂലുള്ളാഹി കൊടുങ്കാറ്റുണ്ടാവും. ഹദീസ് ഓതിട്ടാ പറയുന്നത്, ശരിയല്ലേ? പെട്ടിക്കടയിൽ ഇപ്പൊ മദ്യം കിട്ടും, പെട്ടിക്കടയിൽ കിട്ടും. കുട്ടികള്, മുസ്ലിം കുട്ടികള്. ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കൗമിന്റെ കാര്യം നമ്മൾ പറഞ്ഞാൽ മതി. അള്ളാന്റെ റസൂൽ നിരോധിച്ചല്ലേ, അള്ളാഹ് നിരോധിച്ചല്ലേ. എന്തിനു കുടിക്കണം? നിന്റെ കുട്ടികൾ കുടിച്ചാൽ നമുക്ക് വാപ്പ ആരും ഉമ്മാരെന്നറിയോ? 12 വയസ്സായ കുട്ടി മദ്യം കഞ്ചാവ് കഴിച്ചിട്ട് ഉമ്മയെ ബലാത്സംഗം ചെയ്തു. ഒരു ജില്ലയിൽ, പേര് പറയുന്നില്ല, ഉമ്മയെ ബലാത്സംഗം ചെയ്തു. ഗർഭിണിയായി ഉമ്മ ഗർഭിണിയായി. പത്രത്തിൽ വന്നതാണ്. ഞാൻ ആ മഹലിൽ പോയി പ്രസംഗിക്കുകയും ചെയ്തു. അത് യാഥാർത്ഥ്യമാണ്. ഇത് മനസ്സിലാക്കി അവസാനം കൗൺസിൽ ചെയ്ത് മനസ്സിലാക്കി. മകനാണ് ഇത് ചെന്നപ്പോൾ ഉമ്മ ആത്മഹത്യക്ക് പോയി. പിന്നെ ആരൊക്കെയോ പറഞ്ഞ് ഒരുപാട് ഉപദേശിച്ചു. അവൻ അഡിക്റ്റായി പോയി. എന്തിന് അഡിക്റ്റായി പോയി? ഈ കഞ്ചാവിന് അഡിക്റ്റായി പോയി. 12 വയസ്സ്. പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂളിൽ പോകുന്ന കുട്ടി അധ്യാപികയെ ലവ് ചെയ്യുന്നു. അധ്യാപികയെ 16 വയസ്സുകാരൻ, 18 വയസ്സുകാരൻ, 17 വയസ്സുകാരൻ, 16 വയസ്സുകാരനായ കുട്ടിയും 37 വയസ്സുകാരിയായ അധ്യാപികയായ സഹോദരിയും. പത്രത്തിൽ വായിച്ചില്ലേ? ഈ അടുത്ത സമയത്ത് വായിച്ചില്ലേ? എവിടെ ആയിക്കോട്ടെ, ചെന്നൈയിൽ പോയിക്കോട്ടെ, കേരളത്തിൽ നല്ലേ പോയത്, സംഭവിച്ചിട്ടില്ലേ? ഇല്ലേ അബീബേ? നിങ്ങളോട് പറയണം. ഞാൻ മാത്രം പറഞ്ഞ ആവശ്യമില്ലാത്ത അയാൾ പറയുന്നെന്ന് പറയും. നിങ്ങളോട് പറഞ്ഞാൽ എനിക്കൊരു ഉറപ്പായി. ഞാനാണ് മുൻഗണനയ്ക്ക് 2 സൈഡ് ഇരുത്തിയേക്കുന്നത്, ഇറക്കി പറ്റിയത്. നിങ്ങൾ പറയണ്ടേ? അല്ല, ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങളോട് പറഞ്ഞെങ്കിൽ ഓക്കെ, ഒന്ന് തലയാട്ടണം, അല്ലേ? തലയാട്ടണം. പത്രം വായിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയണം. നമ്മൾ മനസ്സിലാക്കണത്. 2 കേസാണ് വന്നത് കേരളത്തിൽ നിന്ന്. 16 വയസ്സ്, 38 വയസ്സ്. എന്ത് യോജിപ്പ് അതിനകത്തുള്ളത്? അല്ലേ? ആനയുടെ പുറത്ത് അണ്ണാൻ കയറിയത് പോലെ ഇരിക്കും. എന്താ ഈ സംഭവം? ഇതുകൊണ്ട് എന്താ ഫായിദയുള്ള? അല്ല, ചിന്തിച്ച്. അധ്യാപിക പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപികയാണല്ലോ. ഈ അധ്യാപികയായിട്ട് എന്ത് ബന്ധാ കുട്ടിക്ക്? എന്താ ബന്ധം? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ പഠിക്കുക? റസൂൽ എല്ലാം മറ്റേത് സാധനം കയറി അങ്ങോട്ട് കെറുങ്ങിക്കഴിഞ്ഞാൽ വാപ്പ ആര്, ഉമ്മ ആര്, ഗുരുനാഥനാര്, ഗുരുനാഥയാര്, അധ്യാപകനാര്, പോയി. എല്ലാം തകർന്നു. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. ഒന്ന് അത് അധികരിക്കൽ. വേറെ ഹദീസ് കേട്ടോ, വേറെ ഹദീസ് പറഞ്ഞുതരാം. ഒരു ഹദീസ് വരുമ്പോൾ അടുത്ത ഹദീസ് ഓർമ്മ വരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് കടക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അനസ് റളിയല്ലാഹു തആല അൻഹും സഹാബാക്കളും ആയിഷ ബീവിയുടെ അരികിലേക്ക് കടന്നു വരികയാണ്. മഹദിയായ ആയിഷ ബീവിയോട് ചോദിക്കുകയാ, യാ ഉമ്മൽ മുഅ്മിനീൻ ഹദ്ദിസിനി അനി സൽസല. ഉരുൾപൊട്ടലുണ്ടാകാനുള്ള കാരണമെന്തേ? ഭൂമികുലുക്കമുണ്ടാകാനുള്ള കാരണമെന്തേ? വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള കാരണമെന്തേ? മഹദി അവர்களെ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അനസ് റളിയല്ലാഹു അൻഹ ആയിഷ ബിയോട് ചോദിക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി കേൾക്കണോ? അതാ കേട്ടോ, കോടതിയിൽ നിന്ന് വിധിയ. കാലത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇദസ്തബാഹു അസ്സിനാ വശുരിബത്തിൽ ഖുമൂർ വളുരിബു ബിൽ മആസിഫി غار الله في سمائه فقال الله للأرض تزلزلي بهم فإن تابوا ونزعوا وإلا فأهدمها عليهم. ഭൂമികുലുക്കുണ്ടാകാനുള്ള കാരണം നല്ല പോലെ കേട്ടോ. മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, 3 കാരണങ്ങളാണ് മഹദി അവர்கள் സഹാബാക്കളോട് പറഞ്ഞത്. ഒന്ന്, ഇദസ്തബാഹു അസ്സിനാ, വിവാഹേതര ബന്ധം അനുവദിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ. വന്നോ ഉറക്കപ്പറ വന്നെന്ന്. വന്നോ ബീവേ? ആയിഷ ബീബി ഇന്നലെയാണോ പറഞ്ഞത്? ഇന്നലെ ഒന്നും അല്ലല്ലോ പറഞ്ഞത്. എന്താ പറയാൻ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുപ്രീം കോടതി അനുമതി, വിവാഹേതര ബന്ധം. ഏത് വീട്ടിൽ ഇപ്പം പോയി ആർക്കും എന്തും ചെയ്യാം, ചോദിക്കാൻ പറ്റില്ല. ഇനി മുസ്ലിയാർ പിടിപ്പിച്ചു, തങ്ങൾ പിടിപ്പിച്ചു എന്നും പറഞ്ഞ് പരാതിയായിട്ട് വരരുത്. സുപ്രീം കോടതിയാ പറഞ്ഞേക്കുന്നത്. എവിടെയും പോകാൻ സുപ്രീം കോടതിയാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞാപ്പ് കാര്യം മനസ്സിലാക്കിക്കോണം. എന്നെ മനസ്സിലായി? അയൽവക്കത്തൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചോ. ആരെയൊക്കെ വീട്ടിൽ താമസിപ്പിക്കണമെന്ന് സൂക്ഷിച്ച് താമസിപ്പിച്ചോളാം. ഇനി താമസിപ്പിച്ച് എന്തെങ്കിലും കണ്ടാലും ഒന്നും കുറ്റമൊന്നും പറയാൻ പറ്റൂല. കാരണം എന്താ? ഹലാലായിപ്പോയി.
ആര് ഹലാലാക്കി? അള്ളാഹ് ഹലാലാക്കിയോ? റസൂലുള്ളാഹി ഹലാലാക്കിയോ? ഇല്ലല്ലോ. അള്ളാഹ് റസൂൽ ഹലാലാക്കിയത് നമുക്ക് ഹലാലാവുള്ളൂ. സുപ്രീം കോടതി ദീപക് മിശ്ര ഹലാലാക്കി നമുക്ക് ഹലാലാവില്ലല്ലോ. ഹലാലാവോ? എന്നാ പിന്നെ എന്തെല്ലാം ഹലാലാക്കുക? അതാണ് ഹദീസ് നബി തങ്ങൾ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക്. ഇസ്തബാഹു അസ്സിന, വ്യഭിചാരം ഹലാലാവുന്ന ഒരു കാലം വന്നാൽ, വ്യഭിചാരം ഹലാലാവുന്ന ഒരു കാലം വന്നാൽ, വിവാഹേതര ബന്ധം അനുവദനീയമാകുന്ന ഒരു കാലം വന്നാൽ, വശുരിബത്തിൽ ഖുമൂർ, മദ്യങ്ങൾ, മദ്യം എന്നല്ല പറഞ്ഞു, മദ്യങ്ങൾ, ഇഷ്ടം പോലെ മദ്യം. പോകുന്ന വഴിക്ക് എത്ര ബാറ്, ബീറ്. ബീർ എന്ന് പറഞ്ഞ അറബിയിൽ എന്താ അർത്ഥം എന്നറിയോ? കിണർ എന്നാണ് അർത്ഥം. കിണർ പോലെയല്ലേ സാധനം, ഇഷ്ടം പോലെ കുടിച്ചോളെന്ന് പറഞ്ഞേ. ബീറ് കിണർ പോലെ, കുടിച്ചോ. ബാറ്, ബീറ് ഇഷ്ടം പോലെയാണ്. എവിടെ വെള്ളമുണ്ട്. കുട്ടികൾ ചെറിയ ചെറിയ പെട്ടിക്കടലിൽ കിട്ടും. ചില ഇറങ്ങും. പിന്നെ നമുക്ക് ചെറിയ ബിയർ കിട്ടുമോ? ബിയർ എന്താണ് ബിയർ? അതിൽ ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ. എവിടെയാ ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ? ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ കുടിച്ചിട്ട് എന്ത് കിട്ടാൻ? ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ കുടിച്ചിട്ട് എന്ത് കിട്ടാൻ? ആൽക്കഹോളുള്ള ബിയർ തന്നെയാണ്. അത് പേര് വെറുതെ പറയല, ആൽക്കഹോൾ ഇല്ല എന്ന്. അത് മൊയ്ലിയാരെ കുടിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണത്. നമ്മളെ കൊണ്ടൊന്ന് കുടിപ്പിച്ചിട്ട് ഉസ്താദെ നിങ്ങൾക്ക് ഗ്യാസിന്റെ അസുഖമല്ലേ, ഇത് കുടിച്ചു നോക്കെന്ന് പറയും. പക്ഷേ കഴിഞ്ഞിട്ട് ഉസ്താദ് കുടിച്ച് കിടന്നാൽ പിറ്റേ ദിവസം ജുമ്മ കഴിഞ്ഞ് എഴുന്നേക്കുള്ളൂ. ആരറിയാൻ സംഭവം? ആരറിയിക്കാൻ ഈ സംഭവം? അതുകൊണ്ട് കുടിപ്പിക്കുകയാണ്. ഉസ്താദ് കുടിച്ചോളാൻ പറയാ. ബിയർ കുഴപ്പമില്ലാതെ. കല്ലിൻ്റെ അസുഖത്തിന് നല്ല സ്റ്റോണിന് അത് ഗൾഫിൽ കിട്ടും. മൂസി എന്ന് പറഞ്ഞ സാധനം ബിയർ, ബാർലിയുടെ വെള്ളമാണ്. അതിനകത്ത് ആൽക്കഹോൾ ഇല്ല, നോൺ ആൽക്കഹോളിന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് ചിലപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടും. 150 രൂപയ്ക്കാണ്. 150 രൂപ 125 റുപ്യൊക്കെ അതിനാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ കടകളിൽ നിന്ന് ബിയർ എന്ന് പറഞ്ഞ സാധനം വിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. സൂക്ഷിക്കണം, അത് ശ്രദ്ധിക്കണം. അത് ഹലാൽ ബിയറല്ല. 2-3 കുപ്പിയുടെ ഫോട്ടോ വന്നു, അതിലെഴുതിയിരിക്കുന്നു ഹലാൽ. ആ കുപ്പിക്കകത്ത് എഴുതിയിരിക്കുന്നു ഹലാൽ. ബിയറിന്റെ കുപ്പിയിൽ ഹലാൽ. എന്താ ഹബീബേ, ഇനി പെണ്ണുങ്ങളുടെ നെറ്റിൽ എഴുതി വെക്കും ഹലാൽ. വന്നോളി ഹലാൽ. വാ യാ അല്ലാ, ഹലാൽ. അല്ലെങ്കിൽ കാലം എല്ലാം ഹലാലിന്റെ കാലമല്ല, എല്ലാം ഹലാലാക്കല്ലേ. അപ്പൊ ബിയർ ഹലാൽ എന്ന് അതിനകത്ത് എഴുതിയിരിക്കുമ്പോ ഇനി പെണ്ണുങ്ങളുടെ നെഞ്ചിൽ എഴുതി വെക്കണം ഹലാൽ. ഹലാൽ യാ അല്ലാ തആൽ ഹലി യാ അല്ലാ ഹലി യാ അല്ല. ഞാനൊരു സൗദിയുടെ ഒരു അറബിയുടെ ഒരു ഇതിൽ ഞാൻ കേട്ടു, മീൻ ഖാലലക്കി സെക്സ് ഹറാം. ഒരു പെണ്ണ് പറയാണ് മീൻ ഖാലലക്കി സെക്സ് ഹറാം. മനസ്സിലാവുന്നുണ്ടോ? ഗൾഫിലായിരുന്നോ? ആരാ പറഞ്ഞത് സെക്സ് ഹറാമാണെന്ന്? ഒടുക്കത്തെ ഹലാൽ. അവളെ വലിച്ചു കീറേണ്ട സമയം കഴിഞ്ഞില്ലേ? അപ്പൊ ഈ ഹലാൽ എന്നുള്ള ഈ വാക്കൊക്കെ വെച്ചിട്ടായിരിക്കും ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇത്തിരി ഹലാലെന്ന് പറഞ്ഞ് തോണ്ടാൻ പോണത്. എനിക്ക് തോന്നുന്നതാണ് ഈ ഹലാലിന്റെ ഫത്വയും വെച്ചിട്ടായിരിക്കും. ചെയ്യുന്ന അമൽ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. അതാണ് നമ്മൾ കൈകെട്ടിട്ട് വജ്ജഹത്വം എന്താ പറയാ? ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ السماوات والأرض حنيفا مسلما وما أنا من المشركين. ഹനീഫ മുസ്ലിമ, ഋജുമാനസനായി ഞാൻ നിന്റെ മുന്നിൽ 24 ക്യാരറ്റ് മുസ്ലിമായിട്ട് ഞാൻ നിൽക്കുന്നു പടച്ചവനെ. അതിലൊരു കളങ്കമില്ല അല്ലാ. ഇന്റഗ്രിറ്റി, സിൻസിയറിറ്റിയോടുകൂടി നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നു അല്ലാ. അതാണ് നമ്മൾ ഈ വജ്ജഹത്ത് ഓതുമ്പോൾ പറയുന്നത്. എല്ലാം അല്ലാഹുലേക്ക്. ഇത് ആര് പറഞ്ഞതാ? ആര് പഠിപ്പിച്ചതാ? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ആ വാക്കാണ് ഇന്ന് നമ്മൾ അത് അനുവർത്തിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന അമൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. നിസ്കരിക്കുമ്പോൾ നിയത്ത് ഉസല്ലി ലില്ലാഹി തആല സലാത്തുൽ ഫജ്ർ, ഉസല്ലി ലില്ലാഹി തആല സലാത്തുൽ ളുഹർ, ഉസല്ലി ലില്ലാഹി തആല. നമ്മൾ മൊത്തം നിയത്ത് എടുക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി. നമ്മുടെ സകല അമലുകളും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതാണ് നമ്മുടെ സമ്പാദ്യം. നമ്മളൊരു കുട്ടിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. കല്യാണം കഴിഞ്ഞു ഫസ്റ്റ് നൈറ്റ്, ആദ്യ രാത്രി ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ചാടിക്കേറലല്ല വേണ്ടത്. അവിടെയും കുറച്ച് കർമ്മങ്ങളുണ്ട്, അവിടെയും കുറച്ച് കർത്തവ്യങ്ങളുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, 2 റക്അത്ത് നമസ്കരിക്കണം. എന്നിട്ട് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് ഒരു ദുആ ഉണ്ട്. അള്ളാഹുവേ പടച്ചവനെ, ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൽ പിശാചിന്റെ ഷർറില്ലാത്തൊരു കുട്ടിയെ തരണേ അല്ലാ. അവിടെ പിഴച്ചാലും പിന്നെയുള്ള കുട്ടികൾ മൊത്തം പിഴച്ചു. അവിടെ പിഴയ്ക്കാതെ ഓർമ്മയോടുകൂടിയാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റിയതെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ക്വാളിറ്റിയുള്ള കുട്ടികളായി മാറി. ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു നല്ല സന്താനത്തെ വാർത്തെടുക്കണമെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും ഉണ്ടായാലും കുട്ടികൾ ഉണ്ടാവും. ബലാത്സംഗം ചെയ്താലും കുട്ടികൾ ഉണ്ടാകും. കുട്ടികൾ ഉണ്ടാകലല്ല വിഷയം, ഉള്ള കുട്ടി ക്വാളിറ്റി ഉള്ള കുട്ടിയായിരിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വർഷങ്ങൾക്ക് മുമ്പ് ദുആ ചെയ്ത ഒരു ദുആയുണ്ട്. എന്റെ കുട്ടി ആരായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന്.
وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام. ആദരവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് വെച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, നാഥനേ ഈ പരിശുദ്ധമായ മണ്ണിനെ നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്, ഇതിനെ നീ സംരക്ഷിക്കണമേ അല്ലാഹുവേ, സുരക്ഷയുടെ മണ്ണാക്കി മാറ്റണമേ നാഥാ. വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കഅബയുടെ പൂമുഖത്ത് ചെയ്ത് ലോകത്തെ ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു അത്രേ, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ, ഈ മണ്ണിനെ നീ സുരക്ഷയുള്ള മണ്ണാക്കി മാറ്റണേ, നിർഭയത്വമുള്ള മണ്ണാക്കി മാറ്റണേ അല്ലാഹ്. അതോടുകൂടി മഹാനവറുകളുടെ ദുആ പൂർത്തീകരിച്ചില്ല, അവസാനിപ്പിച്ചില്ല. വീണ്ടും ദുആ ചെയ്യുകയാണ്, വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ എന്നെയും എൻ്റെ സന്താന പരമ്പരകളെയും പിശാചുകളുടെ ദുർമൂർത്തികളുടെ ബഹുദൈവ ആരാധകരിൽ നിന്ന് നീ സംരക്ഷിക്കണമേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ നല്ലപോലെ ശ്രദ്ധിക്കണം. 5000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ദുആ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പേ ചെയ്ത ദുആ. എന്താ ചെയ്തത്? എൻ്റെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്. എന്തിനാ ഈ മക്കളും കഅബയായിട്ട് എന്താ ബന്ധം? ഈ മക്കളും കഅബയായിട്ട് എന്താ ബന്ധം? എന്തിനാ മക്കളെ മദ്രസയിൽ പറഞ്ഞു വിടുന്നത്? രാവിലെ കുട്ടികൾ ഉമ്മമാർക്ക് മദ്രസയിൽ പറഞ്ഞു വിടൽ വലിയ കാര്യമൊന്നുമില്ല. അരമണിക്കൂർ, 3/4 മണിക്കൂർ, 45 മിനിറ്റ്, 50 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോഴേക്ക് ബെല്ലടിക്കും. ബാക്കി 9 മണിക്കൂർ സ്കൂള്. കൂടുതലും പഠിക്കുന്നത് ഭൗതികത, ആത്മീയത വളരെ തുച്ഛം. ഉമ്മ ആരാന്ന് മോനറിയില്ല, ഉപ്പ ആരാന്നറിയില്ല, ഭാര്യ ആരാന്നറിയില്ല, ഭർത്താവ് ആരാന്നറിയില്ല. മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊന്നും അറിയില്ല. കാരണം പഠിക്കാൻ സമയമില്ലല്ലോ. പിന്നെ സൂര്യൻ എവിടെ ഉദിക്കുന്നു, അതിന്റെ ചൂടെത്ര, ചന്ദ്രൻ ഏത് ദിക്കിലാണ്, താരകങ്ങൾ എത്ര, ഭൂമിയുടെ വിസ്തീർണം എത്ര, കാറ്റടിക്കുന്നത് എവിടെ, ഇതൊക്കെ ആ കൂടുതൽ പഠിക്കുക. ഉമ്മാന്റെ ഉപ്പാന്റെ മുന്നിൽ വന്ന് കാറ്റിന്റെയും ഗോളത്തിന്റെയും ഗ്രഹത്തിന്റെയും ഉപഗ്രഹത്തിന്റെയും ചരിത്രം പറഞ്ഞിട്ട് എന്ത് കിട്ടാൻ? ഉമ്മയ്ക്ക് ആവശ്യമെന്ത്, ഉപ്പക്ക് ആവശ്യമെന്ത്? എന്റെ മകൻ എന്നെ അനുസരിക്കുന്നവനാകണം, എന്റെ മകൻ അള്ളാഹെ അനുസരിക്കുന്നവനാകണം, എന്റെ മകൻ എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്നവനാകണം, എന്റെ മകൻ എനിക്ക് ദുആ ചെയ്യുന്നവനാകണം, എന്റെ മകൻ ഞാൻ ആദ്യം മരിച്ചാൽ എന്റെ മയ്യത്ത് നമസ്കരിപ്പിക്കുന്നവനാകണം, എന്റെ മകൻ എന്റെ ഖബറിന്റെ അരികിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നവനാകണം. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ഉപ്പക്കും ഉമ്മക്കും അനിവാര്യം എന്താണ്? തുടക്കത്തിലെ ദുആ ചെയ്യണം. മകൻ ആരായിരിക്കണം, മക്കൾ ആരായിരിക്കണം? അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചത്. വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ എന്റെ സന്താന പരമ്പരകളെ ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങളെ അനുകരിക്കുന്ന മക്കളാക്കരുത് അല്ലാഹ്. പടച്ചവനെ വടവൃക്ഷങ്ങളുടെ മുന്നിൽ, പടച്ചവനെ ബഹുദൈവങ്ങളുടെ മുന്നിൽ, അല്ലാഹുവേ കല്ലിന്റെ മുന്നിൽ, മണ്ണിന്റെ മുന്നിൽ പോയി നമ്രശിരസ്കരായി അവർക്ക് വേണ്ടി സാഷ്ടാംഗം ചെയ്യുന്ന അഹങ്കാരികളായ മക്കളെ നീ നൽകരുതേ അല്ലാഹ്. മുസ്ലിം പെൺകുട്ടികൾ എത്ര പേരെ ഒളിച്ചോടി പോയിട്ട് ദൈവത്തിന്റെ മുന്നിൽ പോയി നിൽക്കുന്നു, ബിംബത്തിന്റെ മുന്നിൽ പോയി നിൽക്കുന്ന എത്ര മുസ്ലിം പെൺകുട്ടികൾ. ഇതുകൊണ്ടാണ് ആദ്യമേ ദുആ ചെയ്തത്. ഇപ്പൊ മനസ്സിലായോ? 21ാം നൂറ്റാണ്ടിൽ നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ പോയി നിൽക്കുന്നത് എവിടെ? ഒളിച്ചോടി പോകുന്നു. സ്വന്തം വാപ്പയെയും ഉമ്മയെയും പണയപ്പെടുത്തി, സ്വന്തം മാതാപിതാക്കളെ വഞ്ചിച്ച്, ആ മാതാപിതാക്കൾക്ക് ഒരു തരിമ്പ്, ഒരു കടുക് മണ്ണിയുടെ സ്ഥാനം പോലും കൊടുക്കാതെ 10, 18, 20 വർഷം കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് താലോലിച്ച് വളർത്തിയ നമ്മുടെ മുത്തുമോൾ എവിടേക്ക് പോകുന്നു? ഷിർക്കിന്റെ ഇന്നലകളിൽ പരിചയപ്പെട്ട, മിനിഞ്ഞാന്ന് പരിചയപ്പെട്ട, കേവലം 1 വർഷം 2 വർഷം കോളേജ് ക്യാമ്പസിൽ പരിചയപ്പെട്ട കാഫിറിന്റെ കൂടെ, മുശ്രിക്കിന്റെ കൂടെ ഈ മുസ്ലിം പെണ്ണ് പോകുന്നു. അവളുടെ തട്ടം അഴിച്ചു മാറ്റുന്നു, അവളുടെ നമസ്കാര തഴമ്പ് മായ്ച്ചു കളയുന്നു, ഇസ്ലാമിക ശരീഅത്തിനെ പണയപ്പെടുത്തുന്നു. ആ സ്ഥാനത്ത് കുഫറിന്റെയും ഷിർക്കിന്റെയും അടയാളം അവൾ വരച്ചു വെക്കുന്നു. ഇല്ലേ? ശരിയല്ലേ? പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ ബീവി അസൂറ, എന്റെ ബീവി ഫാത്തിമ, എന്റെ മോള് സെമീന, എന്റെ മോള് സെറീന, എന്റെ മോള് ലുബിന പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോയ
പോയത് എവിടെ? ശരീഅത്തിന്റെ കോട്ടയിൽ നിന്ന് ഷിർക്കിന്റെ കോട്ടയിലേക്ക്. ആദ്യം വാപ്പാടെ ഉമ്മാടെ ഉത്തരവാദിത്തം. ഈ മക്കള് നന്നാവണമെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യണം. ഇബ്രാഹിം നബി പഠിപ്പിച്ചെന്ന ദുആ ഞാൻ പറയും. സൂറത്ത് ഇബ്രാഹിം. എന്താ ദുആ ചെയ്തത്? അല്ലാഹുവേ എന്റെ മക്കളെ നീ ഷിർക്കിന്റെ മക്കളാക്കല്ലേ അല്ലാഹ്. എന്റെ മക്കളെ ബഹുദൈവ ആരാധകരാക്കല്ലേ പടച്ചവനെ. തുടക്കത്തിലെ ദുആയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ആര് ദുആ ചെയ്യുന്നുണ്ട്? ഞാൻ നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ഒളിച്ചോട്ടം, അതുകൊണ്ടല്ലേ ഈ പെണ്ണ് ഒളിച്ചോടി പോകുന്നത്. അവക്കെന്ത് അല്ലാഹ്, അവക്കെന്ത് ദീന്, അവക്കെന്ത് റസൂല്, അവക്കെന്ത് ആഖിറം, അവക്കെന്ത് ഖബർ, അവർക്കെന്ത് മഹ്ശർ, അവക്കെന്ത് മഹ്ശർ. 19 വർഷം 20 വർഷം 18 വർഷം ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിച്ച് വളർന്നു വന്ന പെണ്ണ് ഇന്നലെ ഒരു കോളേജ് ക്യാമ്പസിൽ കണ്ട ഒരു കാഫിറിനോടൊപ്പം ഒളിച്ചോടി പോകണമെങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് വേണ്ടവണ്ണം അവൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. പൊതുവിന്റെ ഫറളും സംസ്കാരത്തിന്റെ ഫറളും പഠിച്ചിട്ട് കാര്യമില്ല. അത് മാത്രമല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ എത്ര പഠിച്ചാലും തീരുകയില്ല. അത് പഠിക്കണം. അല്ലാഹയെ കുറിച്ച് അറിയണം, നബിയെ കുറിച്ച് അറിയണം, സഹാബാക്കളെ കുറിച്ച് അറിയണം, ഖബറിനെ കുറിച്ച് അറിയണം, മഹ്ശറിനെ കുറിച്ച് അറിയണം, ആഖിറത്തെ കുറിച്ച് അറിയണം, ഖബറിന്റെ ശിക്ഷകളെ കുറിച്ച് അറിയണം. അതറിയില്ല, നമുക്കറിയില്ല. അതിന് സമയം നമ്മൾ ചെലവ് ചെയ്യാറില്ല. അതിന് നമ്മൾ സമയം ചെലവ് ചെയ്യാറില്ല. മദ്രസയിൽ പോകുമ്പോൾ തന്നെ പെട്ടെന്ന് സ്കൂൾ ബസ് വന്നു, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകലാ ചെയ്യാം. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ എന്താണ്? അടുത്തത് കഅബയുടെ പൂമുഖത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചു. ആരെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളെ. അതുകൊണ്ടാണ് മദ്രസകൾ പള്ളിയുമായി കേന്ദ്രീകരിച്ചത്. റബ്ബനാ ലിയുഖീമുസ് ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദ് ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത് റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത്. അല്ലാഹുവേ നാഥനേ പടച്ചവനെ എന്റെ കുടുംബത്തെ, എന്റെ കുടുംബിനിയെ, എന്റെ സന്താനത്തെ നിന്റെ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് ഞാൻ താമസിപ്പിച്ചിരിക്കുകയാണ് അല്ലാഹ്. എന്റെ മക്കളെ കൊണ്ട് ഞാൻ താമസിപ്പിച്ചത് ഇവിടെ തിയേറ്ററിലല്ല, ബാറിലല്ല, റിസോർട്ടിലല്ല, ഹോട്ടലിലല്ല, ആരാമത്തിലല്ല, മോട്ടലിലല്ല, വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്റ്റലിൽ ഒന്നുമല്ല. പിന്നെ എന്റെ മകനെ ഞാൻ എവിടെയാണ് താമസിപ്പിച്ചത്? ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്താണ് റബ്ബേ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കഅബയുടെ പൂമുഖത്ത് കൊണ്ടുപോയി ഇബ്രാഹിം നബിയുടെ മക്കളെ താമസിപ്പിച്ചത്? എന്തിനാ താമസിപ്പിച്ചത്? അവിടെ കഅബയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് എന്തിനാണ്? പള്ളിയുടെ തിരുമുറ്റത്ത് താമസിപ്പിച്ചത് എന്തിനാണ്? അതിന്റെ ആവശ്യം എന്താ? റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത്. അവർ നിന്നെ അറിയാനാണ് നാഥാ, അവർ നമസ്കാരമുള്ളവരാണ് നാഥാ, അവർ നോമ്പെടുക്കാനും ഇബാദത്ത് ചെയ്യാനും സ്വർഗത്തിന്റെ അഹ്ലുകാരനാകാനുമാണ് എന്റെ മക്കളെ ഞാൻ കഅബയുടെ പൂമുഖത്ത് താമസിപ്പിച്ചത് റബ്ബേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ. അല്ലാഹുവിന്റെ മക്കളായി, അല്ലാഹുവിന്റെ അടിയാറുകളായി, നമ്മുടെ ദീനിന്റെ അഹ്ലുകാരായി മാറണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് മക്കളെ താമസിപ്പിച്ചെങ്കിൽ സാധ്യമാകും, ഇല്ലെങ്കിൽ സാധ്യമാവില്ല. കോളേജ് ക്യാമ്പസുകളിലും ഹോസ്റ്റലിലൊക്കെ നമ്മുടെ മക്കളെ ഇന്നൊരു വാട്സപ്പിൽ വന്നു. മംഗലാപുരം ഹോസ്റ്റലില്, മംഗലാപുരത്ത് ഒരു സ്കൂളിൽ വലിയ പരിപാടി നടക്കുന്നു. അതിൽ പർദ്ദയിട്ട് നിഖാബിട്ടിട്ട് പെണ്ണുങ്ങളാടുന്നു. പർദ്ദയും നിഖാബും ഇട്ടിട്ട് പെണ്ണുങ്ങളാടുന്നു. കൂട്ടത്തിൽ അപ്പുറത്ത് ആണുങ്ങളും ആടുന്നു. ബഹുമാനമുള്ള സഹോദരൻ, നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഫേക്ക് ന്യൂസ് ആണെന്ന്. എല്ലാം അങ്ങോട്ട് ഫേക്കായിട്ട് നമ്മൾ തള്ളിക്കളയണ്ട. മംഗലാപുരമായിട്ട് ഒരുപാട് ബന്ധം എനിക്കുണ്ട്. കർണാടകത്ത് ഒരുപാട് അടുത്ത് പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. അവിടുത്തെ ആളുകൾ എനിക്ക് അപ്പോഴെപ്പോഴേ മെസ്സേജ് തരും, ഇത് യാഥാർത്ഥ്യമാണ്, ഇത് ശരിയാണ്. അവിടെയൊക്കെ ഓരോ വ്യക്തികളുണ്ട്, അപ്പോഴേ വിളിച്ചു പറയും യാഥാർത്ഥ്യമാണ്, ഇത് ശരിയാണ്. ഞാൻ നിങ്ങൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ പുറകിൽ ആരെങ്കിലും പോകാറുണ്ടോ? എന്റെ മകൾ സ്കൂളിലേക്കാണ് പോകുന്നത്, എന്റെ മകൾ കോളേജിലേക്കാണ് പോകുന്നത്. ഞാനും മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. രാവിലെ ഒരുക്കി മക്കളെ കയറ്റിവിടും. അവൾ പോകുന്നത് എവിടെയാണ്? വൈകിട്ട് 5 മണിക്ക് 6 മണിക്ക് തിരിച്ചു വരും. സ്കൂളിൽ ഒന്ന് വിളിച്ചു നോക്കാറുണ്ടോ? വാപ്പ നിന്റെ ഉത്തരവാദിത്തം എന്ത്? ഉമ്മ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ത്? രാത്രി കുട്ടികളെ ഒറ്റയ്ക്ക് ഒരു റൂമിലാക്കിയിട്ട് ഉമ്മയും വാപ്പയും കിടന്നുറങ്ങും. ആ കുട്ടി രാത്രി കിടക്കുമ്പോ ആ കുട്ടി ഉറങ്ങുന്നുണ്ടോ അതോ ചാറ്റിംഗ് ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാത്രി ആരെങ്കിലും മുറി തുറന്ന് നോക്കാറുണ്ടോ? ആ കുട്ടിയുടെ ജനലിലൂടെ വെളിച്ചം കാണുന്നുണ്ടല്ലോ, എന്താ കാരണം? അന്വേഷിക്കാറുണ്ടോ? ആ കുട്ടിയുടെ ബാഗ് പരിശോധിക്കാറുണ്ടോ? ആ കുട്ടിയുടെ യൂണിഫോം പരിശോധിക്കാറുണ്ടോ? ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കാറുണ്ടോ? ഇല്ല. ഈ കുട്ടികൾ പിഴച്ചു പോകാൻ
പോകാൻ പൂർണ്ണ ഉത്തരവാദിത്വം ഈ വാപ്പയും ഈ ഉമ്മയും തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല, യാതൊരു സംശയമില്ല. ഒരു നാട്ടിലെ പ്രമാണിയെക്കാളും ഒരു ഉസ്താദിനേക്കാളും ഏറ്റവും കൂടുതൽ തന്റെ മക്കളോട് ബാധ്യതകളും തന്റെ മക്കളോട് ഉത്തരവാദിത്വം പുലർത്തേണ്ടത് മാതാപിതാക്കളാണ്. ഒരു മകളുടെ മുറിയിലേക്ക് കയറി ചെല്ലാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഒരു ഉപ്പാക്കുണ്ട്, ഒരു ഉമ്മാക്കുണ്ട്. അതേപോലെ അയൽപക്കത്തുള്ള ഒരു വ്യക്തിക്ക് കഴിയില്ല. തന്റെ മദ്രസയിലുള്ള ഒരു ഉസ്താദിന് വന്ന് ഒരു പെണ്ണിന്റെ മുറിയിലേക്ക് കയറാൻ കഴിയില്ല. നമ്മുടെ മകളുടെ മുറിയിലേക്ക് കയറാൻ പൂർണ്ണ സ്വാതന്ത്ര്യം വാപ്പാക്കും ഉമ്മാക്കുമാണ്. ഏത് സമയത്തും കയറാം, ഏത് സമയത്തും കയറാം. എന്നാൽ വാപ്പാന്റെ ഉമ്മാന്റെ മുറിയിൽ മക്കൾക്ക് കിടക്കാമോ? അത് പറ്റൂല. അതിന് ചില നിബന്ധനകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, വാപ്പയും ഉമ്മയുമാണ് തന്റെ മക്കളെ പിഴച്ചു പോകാനുള്ള കാരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന് പാലിക്കേണ്ടതുപോലെ പാലിക്കാത്തത് കൊണ്ടാണ്. ഒരു മക്കള് ജനിച്ചത് മുതൽ, ഒരു കുട്ടി ജനിച്ചത് മുതൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ എന്തെന്ന് ഒരു വാപ്പയും ഒരു ഉമ്മയും മനസ്സിലാക്കിയിരിക്കണം. അതാണ് വേണ്ടത്. കുറെ ചടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ കല്യാണം കഴിക്കുമ്പോൾ തന്നെ പൂത്തിരി, പടക്കം പൊട്ടിക്കൽ തന്നെ. ഈ പടക്കം എന്ന് പറഞ്ഞ സാധനം ആരുടെ സാധനമാണ്? മുസ്ലിങ്ങളുടെ സാധനം അല്ലാതെ. അത് ഹിന്ദുക്കളുടെ ആചാരമാണ്, ക്രൈസ്തവരുടെ ആചാരമാണ്. നമുക്ക് എവിടെയാ റസൂലുള്ളാഹി തങ്ങൾ പടക്കം പൊട്ടിച്ച ചരിത്രം? സഹാബാക്കൾ പടക്കം പൊട്ടിച്ച ചരിത്രം? താബിഈങ്ങൾ, തബഅത് താബിഈങ്ങൾ, ഔലിയാക്കൾ, അല്ലാഹുവിന്റെ മഹാന്മാർ എവിടെയാണ് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച ചരിത്രം? അവരുടെ ആഘോഷം എവിടെയാണ്? റബീഉൽ അവ്വലിലോ റമളാനിലോ 27-ാം രാവിലോ ബദ്രീങ്ങളുടെ രാവിലോ എവിടെയാണ് അവർ പടക്കം പൊട്ടിച്ചിട്ട് ആഘോഷിച്ചത്? എന്നാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കല്യാണത്തിന്, എന്റെയും നിങ്ങളുടെ ജീവിതത്തിലെ വിവാഹ വെഡിങ് ആനിവേഴ്സറിക്ക് പടക്കം പൊട്ടിക്കലും എന്താ പൊട്ടിയിൽ പടച്ച റബ്ബേ, കല്യാണത്തിനൊക്കെ എന്താ കാണിക്കുന്ന പേക്കൂത്തുകൾ? എന്നിട്ട് ഇതല്ല ഇസ്ലാം, ഇതല്ല മുസ്ലിം. ഇല്ലേ? വിടില്ല, അള്ളാഹു വിടില്ല. നിങ്ങൾ കരുതുന്നുണ്ട് ഈ ഭൂകമ്പം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന്? ഏറ്റവും കൂടുതൽ ബാധിച്ചത് എവിടാ? കേരളത്തിൽ. ഏറ്റവും കൂടുതൽ ബാധിച്ചത് എവിടാ? കേരളത്തിൽ. എന്താ ബാധിച്ചത്? ഭൂമി കുലുങ്ങി, ജലപ്രവാഹം, ജലപ്രളയം ഉണ്ടായി, ഭൂകമ്പം ഉണ്ടായി, ഭൂമി വിഴുങ്ങി വീടുകൾ. അതേപോലെ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായി. ഇത് മുഴുവനും ഖുർആൻ പറഞ്ഞു. ഇത് മുഴുവനും ഖുർആനും പറഞ്ഞു, ഹദീസും പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയോ? പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേട്ടോളി. അല്പസമയം ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ഇനിയും വരാൻ പോകുന്ന വലിയ വലിയ വിപത്തുകളൊക്കെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ ഈ പറയുന്നതിലൊന്ന് അല്പ ശ്രദ്ധ പാലിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട് നമുക്ക് തന്നെ നാശമായിരിക്കും. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ, പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. മലപ്പുറത്ത് പ്രശ്നമൊന്നും ഉണ്ടായില്ലേ? കുഞ്ഞാപ്പൂ നല്ല ആൾക്കാരാന്ന് തോന്നുന്നു മലപ്പുറത്ത് താമസിക്കുന്നത്. അതുകൊണ്ടാരും കുഞ്ഞാപ്പൂ ഇല്ലാന്ന് പറയുന്നത്. മലപ്പുറത്ത്, കോഴിക്കോട്, എല്ലായിടത്തും അത് നിങ്ങൾ ധരിക്കുന്ന എന്താ? നമ്മൾ നല്ല ആൾക്കാരായത് കൊണ്ടാണ്, അതുകൊണ്ട് ഇവിടെ പ്രശ്നമൊന്നും ഇല്ല, അതുകൊണ്ട് പരിസരമൊക്കെ ഇങ്ങനെ തഴുകി തലോടിപ്പോയി. ശരി തന്നെയാണ്. ഒരു ഹദീസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇടിഞ്ഞുണ്ടാകുമോ വരുവോ ഇല്ലയോ എന്നുള്ള കാര്യം. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബികളോട് വിളിച്ചു പറയുന്ന ഒരു പ്രഭാഷണമുണ്ട്. വൈലുൽ ലിൽ അറബി, വൈലുൽ ലിൽ അറബി മിൻ ശർരി ഖദ് ഇഖ്തറബാ. അറബികളെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഏതാനും മാസങ്ങൾക്കുള്ളിൽ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളെ ഒരാപത്തിതാ പിടികൂടാൻ പോവുകയാണ്. ആപത്ത് വരാൻ പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് താക്കീത് ചെയ്യാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്. നിബിധങ്ങളെല്ലാം പറയാത്ത ഒന്നും ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ഇന്നിവിടെ നടന്ന സംഭവം മുഴുവനും ഹദീസിന്റെ ഖുർആനിന്റെ വീക്ഷണത്തിൽ പരിശോധിച്ചാൽ കാണാം. ഇവിടുത്തെ വെള്ളപ്പൊക്കം, ഇവിടെ നടക്കാൻ പോകുന്നു, ഇനി വരാൻ എല്ലാം ഉണ്ട്. ഡാമിന് ഷട്ടർ മുക്കിയത് എല്ലാം ഖുർആനിലുണ്ട്. എന്റെ വിഷയം അതൊന്നുമല്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും അള്ളാഹുവിന്റെ ശിക്ഷ വന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല. നമ്മളിപ്പോഴും അഹങ്കാരവും തമ്മാടിത്തരവുമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഹദീസ് കേൾക്കുന്നത് നല്ലതായിരിക്കും. റെഡ് അലർട്ട് എന്ന് പറഞ്ഞൊരു സാധനം അറിയാലോ? റെഡ് അലർട്ട് അല്ലേ? റെഡ് അലർട്ട് എന്ന് പറഞ്ഞ സാധനം അല്ലേ കുഞ്ഞാപ്പോ? കേട്ടിട്ടുണ്ടോ? റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു അല്ലേ? എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. പുഴ നിറയാൻ പോകുന്നുണ്ട്, ഭൂമി കുലുങ്ങാൻ പോകുന്നുണ്ട്, ഡാം പൊട്ടാൻ സാധ്യതയുണ്ട്, ഡാമിന്റെ ഷട്ടർ ഉയർത്താൻ പോവുകയാണ്, വെള്ളപ്പൊക്കത്താൽ നിങ്ങൾ നശിച്ചു പോകും, കൃഷി നശിക്കും, മാനഹാനി സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് റെഡ് അലർട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനൗൺസ്മെന്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്നു കേരളത്തിൽ പല ഭാഗങ്ങളിലും. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ തൃശ്ശൂർ ജില്ലയിലും അവിടെ ഇവിടെയൊക്കെയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അതൊക്കെ
പിൻവലിക്കുകയും ചെയ്തു. എന്തുമാകട്ടെ, ഇത് ഇന്നലകളിൽ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ച റെഡ് അലർട്ടാണ്. എങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നിങ്ങൾക്കറിയോ? ഖുർആനുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടല്ലേ നമുക്ക് അറിയാത്തത്. വർഷങ്ങൾക്ക് മുമ്പേ ഖുർആൻ സൂറത്തുൽ ഹദീദ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നമ്മളോട്. പക്ഷെ നമുക്കത് മറന്നുപോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസാബ മിൻ മുസീബ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബ് മിൻ ഖബ്ലി അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഇന്ന ദാലിക അലല്ലാഹി യസീർ. പരിശുദ്ധമായ ഖുർആനിന്റെ റെഡ് അലർട്ടാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാ. ആ പരിശുദ്ധ ഖുർആൻ ഓർക്കണേ, പഠിക്കണേ, ചിന്തിക്കണേ. അല്ലാഹുവിന്റെ വചനങ്ങളാണ്. മാ അസാബ മിൻ മുസീബത്തിൽ ഫിൽ അർള്. ദാസന്മാരെ, ദാസികളെ, ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ച്, ശാരീരികമായി മാനസികമായി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വേദനകളെ കുറിച്ച് ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ. നേരത്തെ തന്നെ കാലേ കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഇതാ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ പ്രഖ്യാപിച്ചു. ഭൂമിയിലുള്ളപ്പോ ഉണ്ടാകും. നിങ്ങളുടെ വീട് ഭൂമിയിലേക്ക് താഴ്ന്നു പോകും. നിങ്ങളുടെ മേലേക്ക് മല ഇടിഞ്ഞു വീഴും. നിങ്ങളെ വെള്ളം മുക്കി കൊന്നുകളയും. നിങ്ങൾ പട്ടിണിയിലാകും. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. എന്തിന്? നമുക്ക് നഷ്ടം സംഭവിക്കാതിരിക്കാൻ, സംഭവിച്ചതിൽ ഖേദിക്കാതിരിക്കാൻ, അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ അല്ലാഹു നേരത്തെ ഒരു റെഡ് അലർട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ. ലികൈലാ തസവല മാ ഫാതകും വലാ തഫ്റഹൂ ബിമാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആദമിന്റെ മക്കളെ നിങ്ങൾക്കിതാ ഞാൻ ഒരു താക്കീത് നൽകുന്നത്. വർഷങ്ങളായി ഗൾഫിൽ പണിയെടുത്ത് കെട്ടിപ്പൊക്കിയ വീടിതാ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണ്. ഭൂമി കുലുക്കത്തിൽ നശിച്ചു പോവുകയാണ്. ഭൂകമ്പത്തിൽ തകർന്നു പോവുകയാ. തന്റെ മക്കളും തന്റെ സമ്പാദ്യവുമെല്ലാം വെള്ളം ഇതാ നശിപ്പിച്ചു കളയുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോർത്ത് നിങ്ങൾ ഖേദിക്കരുതേ, നിങ്ങളെ ദുഃഖിക്കരുതേ. കോടികൾ അല്ലാഹു നൽകിയില്ലേ, കൈ നിറയെ സമ്പത്ത് അല്ലാഹു നൽകിയില്ലേ, കോൺക്രീറ്റ് സൗധങ്ങൾ നൽകിയില്ലേ, അമ്പര ചുംബികളായ കൊട്ടാര സൗധങ്ങൾ അല്ലാഹു നൽകിയില്ലേ, ആഡംബര വാഹനങ്ങൾ നൽകിയില്ലേ. ആ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കാതിരിക്കാൻ, ആ സമ്പത്ത് കൊണ്ട് ആഹ്ലാദിക്കാതിരിക്കാൻ, ആ സമ്പത്ത് കൊണ്ട് ആനന്ദത്തിമിർത്തിൽ അടരാടാതിരിക്കാൻ വേണ്ടിയാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് താക്കീത് നൽകുന്നത്. നിനക്ക് തന്ന സമ്പാദ്യം കൊണ്ട് നീ അഹങ്കരിക്കരുതേ, ആഹ്ലാദിക്കരുതേ. നിങ്ങൾക്ക് നാം തന്നതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കാൻ പാടില്ല, കൂടുതൽ സുഖിക്കാൻ പാടില്ല, സുഖിച്ചാൽ നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കും. അതാണ് ഖുർആൻ, അതാണ് റെഡ് അലർട്ട്. നമ്മുടെ റെഡ് അലർട്ട് അതാണ്. കൂടുതൽ സുഖിച്ചാൽ ഞാൻ പാഠം പഠിപ്പിക്കും. നീ പൊട്ടിക്കുന്ന പടക്കം കൊണ്ട് തന്നെ നിന്നെ ഞാൻ പൊട്ടിക്കും. അള്ളാഹുവിന്റെ വാക്കാ. ഞാൻ ഹദീസ് ഓതി ഞാൻ പറഞ്ഞുതരാം, നല്ലപോലെ കേട്ടോ. അള്ളാഹ് കേൾക്കാൻ തോഫീക്കരട്ടെ. എന്റെ വാക്കൊന്നും ഞാൻ പറയില്ല, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് ഞാൻ പറയുള്ളൂ. അള്ളാന്റെ റസൂലിന്റെ വാക്ക് ഞാൻ പറയുള്ളൂ. മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ സദസ്സിലിരിക്കുമ്പോൾ സലാത്ത് കൊണ്ട് നമുക്ക് മുഖരിതമാകണം. അള്ളാഹു അതിന്റെ ബർക്കത്തുകൊണ്ട് നാശങ്ങളിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ പാവങ്ങൾ പുറത്തു തരട്ടെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് പറഞ്ഞത്.